സുരേഷ് ഗോപി എംപിയുടെ തൃശൂരിലെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, സുരേഷ് ഗോപി എംപിയുടെ തൃശൂരിലെ ഓഫീസിലേക്ക് നേരെയാണ് ഡിവൈഎഫ്ഐയുടെ മാർച്ച് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും സംഘർഷം തുടരുകയാണോ, അതോ പ്രദേശത്തെ മറ്റ് സ്ഥിതിഗതികൾ എന്തെല്ലാമാണ് വിവരങ്ങൾ? നിലവിലിപ്പോൾ സംഘർഷ സാധ്യതയ്ക്ക് അയവ് വന്നിട്ടുണ്ട്. നിലവിലിപ്പോൾ ഉദ്ഘാടന പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പം മുൻപാണ് സംഘർഷം ഉണ്ടായത്. ചെമ്പൂക്കാവിൽ നിന്നാണ് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ 200-ലധികം ഡിവൈഎഫ്ഐ പ്രവർത്തകർ സുരേഷ് ഗോപി എംപിയുടെ ചേറൂരിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് വിയ്യൂർ പാലത്തിന് സമീപം പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞിരുന്നു. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വിഷയങ്ങളും അതുപോലെ ജില്ലയിലെ വികസന പ്രശ്നങ്ങളിൽ MP തിരിഞ്ഞു നോക്കുന്നില്ല, അതുപോലെ തന്നെ തൃശ്ശൂരിലെ വോട്ടർ പട്ടിക വിവാദം, ഈ വിഷയങ്ങളിലെല്ലാം സുരേഷ് ഗോപി മൗനം പാലിക്കുകയാണ്. സുരേഷ് ഗോപി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത്. മാർച്ച് ബാരിക്കേഡ് വിയ്യൂർ പാലത്തിന് സമീപത്തെത്തിയപ്പോൾ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിട്ട് MPയുടെ ഓഫീസിലേക്ക് പോകാനായുള്ള ഒരു ശ്രമം നടത്തി. ഈ ശ്രമം ഏറെ നേരം തുടർന്നു. ഇതോടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പലതവണ ശരി അനീഷ്, സുരേഷ് ഗോപിയുടെ വീട്ടിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ